ദൈവനാമം മഹത്വപ്പെടട്ടെ. പുഴ കടലിൽ ചെന്ന് ചേരുന്നു. കടലിൽ ചെന്ന് ചേർന്ന പുഴയെ കടലിൽ നിന്ന് പിന്നെ വേർതിരിക്കാൻ കഴിയില്ല. അതുപോലെയാണ് നോമ്പിൻ്റെ പൂർണ്ണതയിലായ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ പിന്നെ ദൈവ ചൈതന്യത്തിലാണ്. ആ ദൈവിക ചൈതന്യത്തിൽ നിന്ന് അവനെ വേർതിരിക്കാൻ കഴിയരുത്. 40 നോമ്പ് പൂർണ്ണമാകുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ചോര വാർന്ന് കിടക്കുന്നവനിൽ നിറയെ കാരുണ്യമാണ്. കർത്താവെ, എന്നോട് കരുണ ചെയ്യണമേ എന്ന് ഈ നാളുകളിൽ കുറിയേലായിസോൻ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ചെറിയ പ്രാർത്ഥനയാണത്. ആ പാവികളും രോഗികളും ഒക്കെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. നമ്മുടെ എല്ലാ യാമങ്ങളിലും എല്ലാ അവസ്ഥകളിലും കർത്താവെ, എന്നോട് കരുണ ചെയ്യണമേ എന്ന് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പിലൂടെ സ്വീകരിച്ച ദൈവിക ചൈതന്യം നഷ്ടപ്പെടാതിരിക്കട്ടെ. ആമേൻ.